الحمد لله الذي أحل لعباده الخيرات والطيبات وحرم عليهم الخبائث والمخدرات، وأشهد أن لا إله إلا الله، وأشهد أن سيدنا ونبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. വിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരായി തീരണം. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. കാരണം അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാറ്റിനെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ്. സഹോദരങ്ങളെ, ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഒരുപാട് കാര്യങ്ങൾ ഉറക്കെ ചിന്തിക്കേണ്ട ഒരു ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ദീനിൻ്റെ നിയമങ്ങൾ, ശരീഅത്ത്, അത് നമുക്ക് നിയമമാക്കിയിട്ടുള്ളത് നമ്മോടുള്ള അപാരമായ കാരുണ്യത്തിൻ്റെ ഭാഗമായാണ്. ആ ശരീഅത്ത് നമുക്ക് 5 കാര്യങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദീനിനെ, നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ബുദ്ധികളെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ അഭിമാനത്തെ. സഹോദരങ്ങളെ, ഈ 5 കാര്യങ്ങളുടെ സംരക്ഷണമാണ് ശരീഅത്ത്. എന്നാൽ ഈ 5 കാര്യങ്ങൾക്കെതിരെയും ശക്തമായി അടിച്ചു വരുന്ന കൊടുങ്കാറ്റാണ് ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്. ലഹരി വസ്തുക്കൾ നമ്മെ കൊന്നുകളയുന്ന വലിയ വിഷമാണ്. മാരകമായ, നമ്മെ ബാധിച്ചിട്ടുള്ള മാരകമായ ഒരു രോഗമാണ്. അതിനാരൊക്കെ അടിമപ്പെടുന്നുവോ അവൻ നശിച്ചത് തന്നെ. നശിക്കുക മാത്രമല്ല, അവനെത്ര വലിയവനായിരുന്നാലും കാലഗതിക്കുള്ളിൽ വിസ്മരിക്കപ്പെട്ടവനായി അവൻ മാറും. അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. തീർച്ചയായും അള്ളാഹു നിങ്ങളോട് വലിയ കരുണയുള്ളവനാണ്. വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വദുൽമാ ഫസൗഫ നുസ്ലീഹി നാറാ. ഈ ഒരു തത്വത്തെ നിങ്ങൾ ശത്രുത കാരണമായോ അക്രമം കാരണമായോ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഫസൗഫ നുസ്ലീഹി നാറാ, നിങ്ങൾ നരകത്തിൽ കത്തിയെരിയുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഇത് ശക്തമായ ഒരു താക്കീതാണ്. സ്വയം കൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു താക്കീത്. അള്ളാഹു ചെയ്യരുത്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന മനുഷ്യർക്കുള്ള ശക്തമായ താക്കീത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചുകൂടി വിശദമാക്കി, മൻ ഖതല നഫ്സഹു ബിസുമ്മിൻ ഫസുമ്മുഹു ബിയദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഒരാൾ വിഷം കഴിച്ചോ അല്ലാതെയോ സ്വയം അവനെ നശിപ്പിച്ചു കളഞ്ഞാൽ അവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്. അവൻ്റെ കൈകളിൽ അവൻ എന്തുകൊണ്ടാണോ അവനെ നശിപ്പിച്ചത് അതുണ്ടാകും. എന്നിട്ട് നരകത്തിൽ അതുപയോഗിച്ചുകൊണ്ടാണ് അവൻ കഴിയേണ്ടി വരിക എന്ന്.
സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം കടുപ്പമുള്ള കാര്യമാണ് ഇത്. അതുകൊണ്ട് ഓർക്കുക സഹോദരങ്ങളെ, ലഹരി വസ്തുക്കൾ ഏതായിരുന്നാലും ശരി, അത് അപകടകരമായ വിഷം ചീറ്റുന്ന സംഗതിയാണ്. കൗതുകം തോന്നും നമുക്ക് ചിലപ്പോൾ മനുഷ്യൻ അത് ഉപയോഗിക്കുന്നത് കണ്ടാൽ. ആ മനുഷ്യൻ തൻ്റെ കുടുംബത്തിനോ മക്കൾക്കോ വല്ലതും ചെലവഴിക്കാൻ അവന് പിശുക്കായിരിക്കും. എന്നാൽ ഇത് വാങ്ങാനും ഇത് വിനിമയം ചെയ്യാനും ഇത് കൊടുക്കാനും ഇത് സൽക്കരിക്കാനും അവന് വല്ലാത്ത ഇഷ്ടമായിരിക്കും. ആലോചിക്കുക, എന്തായിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയുക? ചോദിക്കപ്പെടും എന്ന് നബി തിരുമേനി പറഞ്ഞില്ലേ, അൻ ഉംരിഹി ഫീമ അഫ്നാ വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചോദിക്കും, എവിടെ നിന്നത് സമ്പാദിച്ചു, എന്തിനത് ചിലവഴിച്ചു. അവൻ്റെ ആയുസ്സിനെക്കുറിച്ച് ചോദിക്കും, എങ്ങനെയാണ് അവൻ്റെ ആയുസ് അവൻ വിനിയോഗിച്ചത് എന്ന്. സഹോദരങ്ങളെ, ഉപയോഗിക്കുന്ന മനുഷ്യരെ, ലഹരിക്കടിമപ്പെട്ടവരെ, എന്തുത്തരമായിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക? സഹോദരങ്ങളെ, ഓർക്കണം, എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് അള്ളാഹു അവന് നൽകിയിട്ടുള്ള ബുദ്ധിയെ നശിപ്പിക്കാൻ സാധിക്കുക? ബുദ്ധിയുടെ പ്രകാശത്തെ ലഹരി വസ്തുക്കളെ കൊണ്ട് ഊതിക്കെടുത്താൻ എങ്ങനെയാണ് സാധിക്കുക? ഇമാം ഹസൻ റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകമുണ്ട്, ലൗ കാനൽ അഖ്ലു യുഷ്തറ ലതആല الناس في ثمنه فالعجب لمن يشتري بماله ما يفسده. ബുദ്ധിയെങ്ങാനും മാർക്കറ്റിൽ വാങ്ങാനൊക്കുമെങ്കിൽ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടത് ബുദ്ധിക്കായിരിക്കും. എന്നാൽ സ്വന്തം ബുദ്ധിയെ നശിപ്പിക്കാൻ വേണ്ടി ലഹരി വസ്തുക്കൾ വാങ്ങി സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ കാര്യം എന്തൊരു അതിശയോക്തിയാണ് എന്ന്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു പരുവത്തിലേക്ക് അവൻ്റെ മനസ്സിൻ്റെ കടിഞ്ഞാണിനെ ഊരിവിടാൻ സാധിക്കുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ അവൻ വലിയ നഷ്ടത്തിൽ പെട്ടുപോവുകയില്ലേ? മനുഷ്യൻ്റെ ഹൃദയത്തെ, മനസ്സിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നബി തിരുമേനി പറഞ്ഞു, ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറൻ ഇല്ലാ മാ ഉശ്രിബ മിൻ ഹവാ. നന്മ ഏതാണെന്ന് തിരിച്ചറിയുകയില്ല, തിന്മ ഏതാണെന്ന് തിരിച്ചറിയുകയില്ല, ഇല്ലാ മാ ഉശ്രിബ മിൻ ഹവാ. ഇച്ഛകൾ ജീവിതത്തിൽ സാംശീകരിക്കപ്പെട്ടവന് അവൻ്റെ ഇഷ്ടമാണ് അവന് വലുത്. ആ ഇഷ്ടത്തിനനുസരിച്ചാണ് അവൻ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ഇതുമൂലം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്മരണ അവൻ വിസ്മരിക്കപ്പെടും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, കുടുംബത്തിനും മക്കൾക്കും സമൂഹത്തിനുമൊക്കെ വലിയ ബാധ്യതയായി ഈ ലഹരിക്കാരൻ മാറുകയാണ്. ആലോചിച്ച് നോക്കൂ, വളരെ സമാധാനത്തിൽ ജീവിച്ചവൻ ആ സമാധാനത്തിന് ശേഷം അസമാധാനത്തിൻ്റെ ആളായി മാറുകയാണ്. സ്നേഹത്തോടുകൂടി ജീവിച്ചവൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പരസ്പരം ശത്രുക്കളായി മാറുകയാണ്. അല്ലാഹു തആല പറഞ്ഞത് എത്ര വാസ്തവം. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സലാം. ശത്രുതയും പരസ്പരമുള്ള കോപവും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനാണ് പിശാച് ഈ ലഹരി വസ്തുക്കളെ കൊണ്ടും ചൂതാട്ടങ്ങളെ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അവൻ അകറ്റാൻ വേണ്ടിയാണ്, തടയാൻ വേണ്ടിയാണ് ഇത്. സ്വലാത്തിൽ നിന്ന് അവനെ തടയാൻ വേണ്ടിയാണ് ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ബദ്ധശ്രദ്ധരാകണം. ഒരിക്കലും ബുദ്ധിയുള്ള നാം ഇതുപയോഗിച്ച് നമ്മളെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. നമുക്കുണ്ടായിരുന്ന സൽകീർത്തി നശിപ്പിക്കുന്ന ഒന്നിലേക്ക് നാം പോകരുത്. നമ്മുടെ സമ്പത്തിനെ നശിപ്പിച്ചു കളയുന്ന ഒന്നിലേക്ക് നാം പോകരുത്. നമ്മുടെ മക്കളെ നശിപ്പിച്ചു കളയുന്ന ഒന്നിലേക്ക് നാം പോകരുത്. നമ്മുടെ കുടുംബ ജീവിതം നശിപ്പിച്ചു കളയുന്ന ഒന്നിലേക്ക് നാം പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യ മൻ യഊൽ. തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ പാഴാക്കി കളയുന്നത് തന്നെ മതി
ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായി എന്ന് സഹോദരങ്ങളെ ഓർക്കണം. കുടുംബമെന്ന് പറയുന്നത് ഒരു വലിയ കോട്ടയാണ്. നമുക്കേത് സമയത്തും ആശ്രയത്തോടുകൂടി ചെല്ലാനുള്ള വിശ്വസ്തമായ ഒരിടമാണ്. ഓർക്കണം, നമ്മുടെ കുട്ടികൾ നമ്മിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നല്ല മാതൃകകൾ കണ്ടില്ല എങ്കിൽ, അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം ഇട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയാൽ, നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ, അവർ പോവുക ഏതെങ്കിലുമൊക്കെ മനുഷ്യരുടെ സമക്ഷത്തിങ്കിലേക്കായിരിക്കും. ചീത്ത കൂട്ടുകെട്ടിൽ അവർ പെട്ടുപോകും. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചില്ലേ, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരുത്തൻ തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മക്കളുമായി നല്ല ബന്ധമുണ്ടാക്കുക. അവരുടെ സ്വഭാവങ്ങളെ നിങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി കുറച്ചു സമയം നിങ്ങൾ അവരെ കേട്ടുകൊണ്ടിരിക്കുക. അവരുടെ ഒഴിവു സമയം നന്മകളെ കൊണ്ട് നിങ്ങൾ നിറക്കുക. അവർക്ക് ധാർമ്മികമായ ഉപദേശങ്ങൾ നൽകാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. കാരണം ഫഇന്നഹും അമാനത്തുൻ ഫീ അഅനാഖികും വവജീഅത്തുൻ ഇൻദകും, അവരെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച വലിയൊരു അമാനത്താണ്, നിങ്ങളെ ഏൽപ്പിച്ച ഒരു സൂക്ഷിപ്പ് സ്വത്താണത്. അതുകൊണ്ട് ഓർക്കണം, അവരെ സംരക്ഷിക്കുന്നതാണ് ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന ബോധം നമുക്കുണ്ടാകണം. ഈ ഒരു രൂപത്തിലായിരിക്കണം ഈ കാലഘട്ടത്തിൽ ഈ വലിയ മഹാമാരിക്കെതിരെ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അള്ളാഹു നല്ല ഒരു സമൂഹം സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. വിശ്വാസികളെ, നമ്മൾ ഓർക്കണം, ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം ഇത് ഒരു കൂട്ടുത്തരവാദിത്തമാണ്. അള്ളാഹു പഠിപ്പിച്ചത് കുല്ലുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി എന്നാണ്. എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ലഹരി നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി NDEA, നാഷണൽ ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി, ലഹരി ഉന്മൂലനം ചെയ്യാൻ നമുക്കൊന്നിക്കാം, ലഹരി ഉന്മൂലനം ചെയ്യാൻ നമുക്കൊന്നിക്കാം എന്ന പേരിൽ ഈ രാജ്യത്ത് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനുമായി നമ്മളെല്ലാവരും സഹകരിക്കണം. ഇത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ലഹരി അഡിക്ഷൻ ബാധിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ കണ്ടാൽ അവരോട് നിങ്ങൾക്ക് കരുണ തോന്നണം. അവരെ പഠിപ്പിക്കണം തൗബയുടെ വാതിൽ തുറന്നു കിടക്കുകയാണെന്ന്. അവരെ പഠിപ്പിക്കണം ഇതിൽ നിന്ന് മോചനം നേടാൻ ചികിത്സയുണ്ടെന്ന്. അവരെ പഠിപ്പിക്കണം ഇതിൽ നിന്ന് നിങ്ങൾ മോചനം നേടിയാൽ നിങ്ങൾക്കൊരു നല്ല ജീവിതമുണ്ട്. അവരെ പഠിപ്പിക്കണം ഇതിൽ നിന്ന് മോചനം നേടിയെങ്കിൽ മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന്. പ്രവാസികളെന്ന നിലക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രാജ്യത്തായാലും നമ്മുടെ നാട്ടിലായാലുമൊക്കെ ഇതിനു വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളൊക്കെ കൈകോർക്കേണ്ടതുണ്ട്. പൊതുസമൂഹം കൈകോർത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ വിജയിക്കുകയുള്ളൂ. പോലീസിനോ പട്ടാളത്തിനോ ആഭ്യന്തര വകുപ്പിനോ മാത്രം നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട, നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ പ്രത്യേകം ഉണർത്തുകയാണ്. ഒന്നാമതായി, ഇതുപയോഗിച്ചാലുള്ള പരലോക ശിക്ഷയെക്കുറിച്ച് നാം ബോധവാന്മാരാകണം, നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. രണ്ടാമതായി, ഉപയോഗം മാത്രമല്ല, കൈമാറ്റവും കച്ചവടവുമൊക്കെ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് നമ്മൾ ഓർക്കണം, നമ്മളെ മക്കളെ ഓർമ്മിപ്പിക്കണം. മൂന്നാമതായി, അവ സൃഷ്ടിക്കുന്ന ആരോഗ്യ, മാനസിക, കുടുംബ, സാമൂഹിക, സാമ്പത്തിക, ധാർമ്മിക അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. നമ്മുടെ മക്കളെ
നാം പറഞ്ഞ് മനസ്സിലാക്കണം. നാലാമതായി, ലഹരി കടന്നു വരുന്ന വഴികൾ നമ്മൾ അടക്കണം. അഞ്ചാമതായി, ഉപയോഗിക്കുന്നവരുമായി ഒരിക്കലും നാം കൂട്ടുകൂടരുത്, നമ്മുടെ മക്കൾ കൂട്ടുകൂടരുത്. ആറാമതായി, ഇതിന് സാധ്യതയുള്ള വിനോദയാത്രകൾ, കലാപരിപാടികൾ, ആഘോഷങ്ങൾ എന്നിവയിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. അവ നമ്മൾ ഒഴിവാക്കണം. നമ്മളെ മക്കളെ ഒരിക്കലും അത്തരത്തിലുള്ള രംഗങ്ങളിലേക്ക് പറഞ്ഞയക്കരുത്. അവസാനമായി, ലഹരി ഉപയോഗിക്കുന്നവരെ മാറ്റിയെടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. വിശേഷിച്ചും ജീവിത പങ്കാളികൾക്കാണത് ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യാൻ സാധിക്കുക. ഈ കാര്യങ്ങൾ ഉണർത്തുകയാണ് സഹോദരങ്ങളെ. ലഹരിമുക്തമായ ഒരു സമൂഹമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ സവിശേഷത അതാണ്. എല്ലാത്തരം ലഹരികളിൽ നിന്നും മുക്തമായി ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വറദല്ലാഹുമ്മ അൻ അബീ ബക്രിൻ വഉമർ വഉസ്മാൻ വഅലി വഅൻ സായിരി الصحابة الأكرمين. اللهم أدم على دولة الإمارات عزها ونصرها واستقرارها وازدهارها وخيرها ورخاءها. اللهم احفظ الشيخ محمد بن زايد وكن له عونا وسندا وبارك في عمره وعمله. اللهم وفقه ونوابه وولي عهده الأمين الشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات لما تحبه وترضاه. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك وفسيح جناتك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين والحمد لله رب العالمين.